നമ്മൾ പണ്ടുകാലം മുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ശുദ്ധമായ നാടൻ പശുവിൻ്റെ നെയ്യ് വെറും വയറ്റിൽ കഴിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ട് വേറൊന്നുമില്ല എന്നുള്ളത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യലൈസ്ഡ് മിൽക്കിൽ നിന്നുണ്ടാക്കുന്ന നെയ്യാണ് നമ്മൾ പലരും കഴിക്കുന്നത്. ഇതാണ് നമ്മളെ ഡാമേജ് ചെയ്യുന്നത്. നാടൻ പശു, ഇപ്പോൾ വെച്ചൂർ പശു, കാസർഗോഡ് കുള്ളൻ, ഇതേപോലുള്ള നാടൻ പശു പുല്ലും വൈക്കോലും തിന്നുന്ന മേഞ്ഞ് നടക്കുന്ന പശു. ഇതാണ് കറക്റ്റായിട്ടുള്ള നാടൻ പശു. ഓക്കെ, നാടൻ പശുവിനെ വാങ്ങിച്ചിട്ട് കാര്യത്തിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് മേയാനുള്ള സംവിധാനം കൊടുക്കണം. അങ്ങനെ നടക്കുന്ന പശുക്കളുടെ പാല്, ആ പാലിൽ നിന്നുണ്ടാക്കുന്ന നെയ്യ്, അവിടെ ഒരു കൊമേഴ്ഷ്യലായിട്ട് നോക്കിയാൽ ഒരു വലിയൊരു വയബിലിറ്റി പ്രശ്നമുണ്ട് അവിടെ. കാരണം ഒരു ഹൈബ്രിഡ് പശു 25 ലിറ്റർ പാൽ തരുമ്പോൾ ഇത് തരുന്ന 5 ലിറ്റർ ആയിരിക്കും. അപ്പം നിങ്ങൾ സാധാരണ നെയ്യ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു നെയ്യുടെ ചിലപ്പോൾ 5-10 മടങ്ങായിരിക്കും ഈ പറയുന്ന നെയ്യുടെ വില. ഇപ്പോൾ ഒരു 1/2 കിലോ ശരിക്കും ഒരു ദേശി ഗീ എന്ന് പറയുന്നത്, അതായത് A2 ഗീ എന്നും പറയും. A2 എന്ന് പറയുമ്പോൾ A2 കേസിനടങ്ങിയ മിൽക്ക് എന്നാണ്. A1 കേസിനും ഉണ്ട്, അതാണ് സാധാരണ മിൽക്കിലുള്ളത്. അത് ഇൻഫ്ലമേറ്ററി ആണ്, നമുക്ക് ഏറ്റവും ഡാമേജ് ഉണ്ടാക്കുന്ന സാധനമാണ്. A2 ആണ് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ ഈ ഒരു 1/2 കിലോയ്ക്ക് ഏകദേശം 1200 രൂപ 1500 രൂപയൊക്കെ വരും. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ ഇത് ഭയങ്കര വില കൂടി, അതല്ല, ഇത് കഴിച്ചിട്ട് കാര്യമുള്ളൂ. ഇതൊരു സ്പൂൺ രാവിലെ എംപ്റ്റി സ്റ്റൊമക്ക് വെള്ളമൊക്കെ കുടിച്ച ശേഷം കഴിക്കുക. അപ്പം ചോദിക്കാം, അത്രയും വില കൂടിയ നെയ്യല്ലേ എന്ന് ചോദിക്കാം. ഇത് നമ്മൾ ഒരു സ്പൂണല്ലേ കഴിക്കുന്നുള്ളൂ, അല്ലാതെ ഇത് ഒരു കുപ്പിയെടുത്ത് കമത്തൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ കുറച്ചാണ് നമ്മൾ കഴിക്കുന്നത്.